നമസ്തേ. രാജ്യത്തുടനീളം ഏകീകൃത സിവിൽ കോഡ് അഥവാ UCC നടപ്പാക്കുമെന്ന കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ പ്രഖ്യാപനം വീണ്ടും ദേശീയ രാഷ്ട്രീയത്തിൽ വലിയ ചർച്ചകൾക്ക് തുടക്കമിട്ടിരിക്കുകയാണ്. ഇന്ത്യയുടെ നിയമവ്യവസ്ഥയിൽ വലിയ മാറ്റങ്ങൾക്ക് വഴിവെക്കാൻ സാധ്യതയുള്ള ഈ വിഷയം അനുകൂലിക്കുന്നവരും എതിർക്കുന്നവരും ശക്തമായ വാദങ്ങളുമായി രംഗത്തെത്തിയിരിക്കുകയാണ്. എന്താണ് ഏകീകൃത സിവിൽ കോഡ്? ഇന്ത്യയിൽ നിലവിൽ ക്രിമിനൽ നിയമങ്ങൾ പോലുള്ള നിരവധി നിയമങ്ങൾ എല്ലാവർക്കും ഒരുപോലെ ബാധകമാണെങ്കിലും വിവാഹം, വിവാഹമോചനം, അവകാശം, ദത്തെടുക്കൽ, സ്വത്ത് വിഭജനം തുടങ്ങിയ വ്യക്തിപരമായ കാര്യങ്ങളിൽ വിവിധ മതവിഭാഗങ്ങൾക്ക് വ്യത്യസ്ത വ്യക്തി നിയമങ്ങളാണ് നിലവിലുള്ളത്. UCC നടപ്പാക്കിയാൽ ഇത്തരം വ്യക്തി നിയമങ്ങൾക്ക് പകരം രാജ്യത്തെ എല്ലാ പൗരന്മാർക്കും ഒരേ സിവിൽ നിയമം ബാധകമാകും എന്നതാണ് ആശയം. ഇന്ത്യൻ ഭരണഘടനയിലെ നിർദ്ദേശക തത്വങ്ങളിൽ തന്നെ ഏകീകൃത സിവിൽ കോഡിനെ കുറിച്ച് പരാമർശമുണ്ട്. ഭരണഘടനയുടെ ആർട്ടിക്കിൾ 44 പ്രകാരം രാജ്യത്ത് എല്ലാ പൗരന്മാർക്കും ഒരേ സിവിൽ നിയമം കൊണ്ടുവരാൻ ശ്രമിക്കുമെന്ന് വ്യക്തമാക്കുന്നു. എന്നാൽ സ്വാതന്ത്ര്യത്തിന് ശേഷം പല സർക്കാരുകളും ഈ വിഷയത്തിൽ വലിയ സാമൂഹിക രാഷ്ട്രീയ സങ്കീർണതകൾ കാരണം സൂക്ഷ്മമായ സമീപനമാണ് സ്വീകരിച്ചത്. UCCയെ പിന്തുണയ്ക്കുന്നവർ പറയുന്നത് നിയമത്തിനു മുന്നിൽ യഥാർത്ഥ തുല്യത ഉറപ്പാക്കാൻ ഇത് സഹായിക്കുമെന്നാണ്. മതത്തിന്റെ അടിസ്ഥാനത്തിൽ വ്യത്യസ്ത നിയമങ്ങൾ നിലനിൽക്കുന്നത് പൗരന്മാരിൽ അസമത്വം സൃഷ്ടിക്കുമെന്നും പ്രത്യേകിച്ച് സ്ത്രീകളുടെ അവകാശ സംരക്ഷണത്തിന് ഏകീകൃത നിയമം സഹായകരമാകുമെന്നും അവർ വാദിക്കുന്നു. വിവാഹം, വിവാഹമോചനം, സ്വത്തവകാശം തുടങ്ങിയ മേഖലകളിൽ സ്ത്രീകൾക്ക് കൂടുതൽ നീതി ലഭിക്കാനും നിയമ നടപടികൾ ലളിതമാക്കാനും UCC വഴി സാധിക്കുമെന്ന് അനുകൂലിക്കുന്നവർ ചൂണ്ടിക്കാണിക്കുന്നു. വ്യക്തി നിയമങ്ങളുടെ പേരിൽ ചില ആചാരങ്ങൾ തുടരുന്നത് സ്ത്രീകളുടെ അവകാശങ്ങളെ ബാധിക്കുന്നുവെന്നും ആധുനിക ജനാധിപത്യ രംഗത്ത് പൗരാവകാശങ്ങൾ ഒരേ രീതിയിൽ സംരക്ഷിക്കപ്പെടുമെന്നും അവരുടെ നിലപാടാണ്. എന്നാൽ UCC എതിർക്കുന്നവർക്ക് വ്യത്യസ്തമായ ആശങ്കകളുണ്ട്. ഇന്ത്യയുടെ ശക്തി അതിന്റെ വൈവിധ്യമാണെന്നും ഓരോ മതവിഭാഗത്തിന്റെയും സാംസ്കാരിക പാരമ്പര്യങ്ങളും ആചാരങ്ങളും സംരക്ഷിക്കപ്പെടേണ്ടതുണ്ടെന്നും അവർ പറയുന്നു. ഒരൊറ്റ നിയമം എല്ലാവർക്കും അടിച്ചേൽപ്പിക്കുന്നത് ഭരണഘടന ഉറപ്പു നൽകുന്ന മതസ്വാതന്ത്ര്യത്തെയും സാംസ്കാരിക അവകാശങ്ങളെയും ബാധിക്കുമോ എന്ന ചോദ്യം അവർ ഉയർത്തുന്നു. പ്രത്യേകിച്ച് ഗോത്രവിഭാഗങ്ങളുടെയും വിവിധ പ്രാദേശിക സമൂഹങ്ങളുടെയും ആചാരങ്ങളും പാരമ്പര്യങ്ങളും എങ്ങനെ പരിഗണിക്കുമെന്നതും വലിയ ചർച്ചാ വിഷയമാണ്. രാജ്യത്തിന്റെ വൈവിധ്യം മനസ്സിലാക്കി എല്ലാ വിഭാഗങ്ങളുമായും വിശദമായ ചർച്ചകൾ നടത്തിയ ശേഷമേ ഇത്തരമൊരു നിയമപരിഷ്കാരം നടപ്പാക്കാനാവൂ എന്നതാണ് വിമർശകരുടെ ആവശ്യം. അതേസമയം ചില സംസ്ഥാനങ്ങൾ ഇതിനകം തന്നെ UCC സംബന്ധിച്ച നടപടികളിലേക്ക് നീങ്ങിയിട്ടുണ്ട്. ഈ വിഷയത്തിൽ രാജ്യവ്യാപകമായ ഒരു നിയമം കൊണ്ടുവരുന്നത് കേന്ദ്ര സർക്കാരിന്റെ പ്രധാന നിയമപരിഷ്കാര പദ്ധതികളിലൊന്നായി മാറിയിരിക്കുകയാണ്. സോഷ്യൽ മീഡിയയിലും പൊതുസമൂഹത്തിലും UCCയെ കുറിച്ചുള്ള ചർച്ചകൾ ശക്തമാണ്. ഒരു വശത്ത് ഇത് ലിംഗനീതിക്കും സമത്വത്തിനും വേണ്ടിയുള്ള ചരിത്രപരമായ നീക്കമാണെന്ന് ഒരു വിഭാഗം വിശ്വസിക്കുമ്പോൾ മറുവശത്ത് ഇത് ഇന്ത്യയുടെ വൈവിധ്യത്തെ എങ്ങനെ ബാധിക്കും എന്ന ആശങ്കയും ഉയരുന്നു. അവസാനമായി ഏകീകൃത സിവിൽ കോഡ് ഒരു നിയമപരമായ മാറ്റം മാത്രമല്ല, ഇന്ത്യയുടെ സാമൂഹിക ഘടനയെയും രാഷ്ട്രീയ ഭാവിയെയും സ്വാധീനിക്കാൻ സാധ്യതയുള്ള ഒരു വലിയ വിഷയമാണ്. നിയമത്തിന്റെ തുല്യതയും സാംസ്കാരിക വൈവിധ്യത്തിന്റെ സംരക്ഷണവും തമ്മിൽ എങ്ങനെ സന്തുലിതമാകുമെന്നതാണ് ഇനി ഈ രാജ്യം ഉറ്റുനോക്കുന്ന പ്രധാന ചോദ്യം. UCC നടപ്പാക്കൽ സംബന്ധിച്ച് അന്തിമ തീരുമാനമെടുക്കുമ്പോൾ ജനാധിപത്യ ചർച്ചകളും ഭരണഘടനാ മൂല്യങ്ങളും സാമൂഹിക യാഥാർത്ഥ്യങ്ങളും ഒരുപോലെ പരിഗണിക്കപ്പെടുമോ എന്നതാണ് ഈ വിഷയത്തിന്റെ നിർണായക ഘട്ടം.